നമസ്തേ, സ്പോക്കൺ ട്യൂട്ടോറിയൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ദിവസേന ആവശ്യമായി വരുന്ന കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ പഠിക്കാം. മേ ക്യാ കർ സക്താ ഹും, എനിക്ക് എന്തു ചെയ്യാൻ കഴിയും. മേ ക്യാ കർ സക്താ ഹും. സെൻറ്റൻസിൽ സക്ത, സക്തി, സക്തേ തുടങ്ങിയ ക്രിയകളുണ്ടെങ്കിൽ മുജേ എന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്ന് പറയാൻ മേ ക്യാ കർ സക്താ ഹും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മേ വരുമ്പോൾ ഹും ആണ് ചേർക്കുന്നത്. മേ ക്യാ കർ സക്താ ഹും. ഇസ്സേ ക്യാ ഫൈദ ഹേ, ഇതുകൊണ്ട് എന്ത് പ്രയോജനം. ഇസ്സേ ക്യാ ഫൈദ ഹേ. ഇസ്സേ ഇതുകൊണ്ട്, ക്യാ ഫൈദ ഹേ എന്താണ് പ്രയോജനം. ഫൈദ പ്രയോജനം. ഇസ്സേ ക്യാ ഫൈദ ഹേ. ദബാക്കർ രഖോ, അമർത്തി വയ്ക്കൂ. ദബാക്കർ രഖോ. ദബാന അമർത്തുക, അമർത്തി വയ്ക്കൂ എന്ന് പറയാൻ ദബാക്കർ രഖോ. ഖോൽന തുറക്കുക, തുറന്നു വയ്ക്കൂ എന്ന് പറയാൻ ഖോൽക്കർ രഖോ. അതുപോലെയാണ് ദബാക്കർ രഖോ, അമർത്തി വയ്ക്കൂ. ദബാക്കർ രഖോ. മുझे ഭൂക്ക് നഹി ലഗ് രഹി ഹേ, എനിക്ക് വിശക്കുന്നില്ല അല്ലെങ്കിൽ വിശപ്പ് തോന്നുന്നില്ല. മുझे ഭൂക്ക് നഹി ലഗ് രഹി ഹേ. മുझे എനിക്ക്, ഭൂക്ക് വിശപ്പ്, ഭൂക്ക് നഹി ലഗ് രഹി ഹേ വിശപ്പ് തോന്നുന്നില്ല. ഭൂക്ക് സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഭൂക്ക് നഹി ലഗ് രഹി ഹേ എന്ന് പറയുന്നത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും എങ്ങനെ പറയാം. മുझे ഭൂക്ക് നഹി ലഗ് രഹി ഹേ. ജൈസേ ആപ് കഹേ, താങ്കൾ പറയുന്ന പോലെ. ജൈസേ ആപ് കഹേ. വ ആദാ കരോ, അത് പകുതിയാക്കൂ. വ ആദാ കരോ. ആദാ കർന പകുതിയാക്കുക. ആദാ പകുതി, പകുതിയാക്കൂ എന്ന് പറയാൻ വ ആദാ കരോ. മുझे ഇത്തന നഹി ചാഹിയേ, യേ ആദാ കരോ. എനിക്കിത്ര വേണ്ട, ഇത് പകുതിയാക്കൂ. മുझे ഇത്തന നഹി ചാഹിയേ, യേ ആദാ കരോ. മേ ജൽദ് ബാജി മേ ഭൂൽ ഗയ, ഞാൻ തിടുക്കത്തിൽ മറന്നുപോയി. മേ ഞാൻ, ജൽദ് ബാജി തിടുക്കം, തിടുക്കത്തിൽ എന്ന് പറയാൻ മേ ജൽദ് ബാജി മേ. ഭൂൽന മറക്കുക, ഭൂൽ ഗയ മറന്നുപോയി. ഞാൻ തിടുക്കത്തിൽ മറന്നുപോയി എന്നിങ്ങനെയാണ് പറയുന്നത്. മേ ജൽദ് ബാജി മേ ഭൂൽ ഗയ. പറയുന്നത് പെണ്ണാണെങ്കിൽ മേ ജൽദ് ബാജി മേ ഭൂൽ ഗയി എന്ന് പറയാം. മേ ജൽദ് ബാജി മേ ഭൂൽ ഗയി. മേ ആയിന്ദാ സേ യേ ബാത് കാ ധ്യാൻ രഖൂംഗ, ഞാൻ ഇനി മുതൽ ഇക്കാര്യം ശ്രദ്ധിച്ചോളാം. മേ ആയിന്ദാ സേ ഇനി മുതൽ അല്ലെങ്കിൽ ഭാവിയിൽ, യേ ബാത് കാ അല്ലെങ്കിൽ ഇസ് ബാത് കാ ഇക്കാര്യം, ധ്യാൻ രഖൂംഗ ശ്രദ്ധിച്ചോളാം. മേ ആയിന്ദാ സേ ഇസ് ബാത് കാ ധ്യാൻ രഖൂംഗ, ഞാൻ ഇനി മുതൽ ഇക്കാര്യം ശ്രദ്ധിച്ചോളാം. പറയുന്നത് പെണ്ണാണെങ്കിൽ എങ്ങനെ പറയാം. മേ ആയിന്ദാ സേ യേ ബാത് കാ ധ്യാൻ രഖൂംഗി. മേ ആയിന്ദാ സേ യേ ബാത് കാ ധ്യാൻ രഖൂംഗി. മേനെ ധ്യാൻ നഹി ദിയ, ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. മേനെ ധ്യാൻ നഹി ദിയ. യേ സാഫ് നഹി ഹേ, ഇത് വൃത്തിയുള്ളതല്ല. യേ സാഫ് നഹി ഹേ. യേ ഇത്, സാഫ് വൃത്തി, വൃത്തിയുള്ളതല്ല എന്ന് പറയാൻ യേ സാഫ് നഹി ഹേ. യേ സാഫ് നഹി ഹേ. മേരി തരഫ് ദേഖോ, എൻ്റെ അടുത്തേക്ക് നോക്കൂ. മേരി തരഫ് ദേഖോ. മേരി തരഫ് എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ സൈഡിലേക്ക്. ദേഖോ നോക്കൂ. മേരി തരഫ് ദേഖോ. ചുറ്റും നോക്കൂ എന്ന് പറയാൻ ചാരോൻ തരഫ് ദേഖോ, അതായത് നാലുപാടും നോക്കൂ. ചാരോൻ തരഫ് ദേഖോ.
ദേർ ഹോ രഹി ഹേ, സമയം വൈകുന്നു. ദേർ ഹോ രഹി ഹേ, സമയം വൈകുന്നു അല്ലെങ്കിൽ നേരം വൈകുന്നു. ദേർ ഹോ രഹി ഹേ. മുझे അഭി ജാനാ ഹേ, എനിക്കിപ്പോൾ പോകണം. മുझे അഭി ജാനാ ഹേ, മുझे എനിക്ക്, അഭി ഇപ്പോൾ, ജാന പോവുക, ജാനാ ഹേ പോകണം, എനിക്കിപ്പോൾ പോകണം എന്ന് പറയാൻ മുझे അഭി ജാനാ ഹേ. മുझे അഭി ജാനാ ചാഹിയേ എന്നും പറയാം. മുझे അഭി ജാനാ ചാഹിയേ. കഹീ ഓർ ജാവോ, വേറെ എവിടെയെങ്കിലും പോകൂ. കഹീ ഓർ ജാവോ, കഹീ എവിടെയെങ്കിലും, കഹീ ഓർ വേറെ എവിടെയെങ്കിലും, ജാവോ പോകൂ. കഹീ ഓർ ജാവോ. ഇനി വേറെ എവിടെയെങ്കിലും പോകാം എന്ന് പറയണമെങ്കിൽ കഹീ ഓർ ജാത്തേ ഹേ, വേറെ എവിടെയെങ്കിലും പോകാം. കഹീ ഓർ ജാത്തേ ഹേ. ഇനി ഞാൻ എവിടെയും പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത്? മേ കഹീ നഹീ ജാനാ ചാഹ്താ ഹും. മേ കഹീ നഹീ ജാനാ ചാഹ്താ ഹും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ठीक है, धन्यवाद. अगले वीडियो में मिलते हैं. तब तक के लिए अलविदा.